ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പിന് 3 ദിവസം മാത്രം ശേഷിക്കെ പൊടിപാറിയ പ്രചാരണം. എൻഡിഎക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ സംസ്ഥാനത്തുണ്ട്. ബീഹാറിൽ ജംഗിൾ ഭരണം തിരിച്ചുവരില്ല എന്ന് പ്രധാനമന്ത്രി. इतनी बड़ी तादाद में जब आप हमारे सब साथियों को आशीर्वाद देने आए हैं तो मेरे साथ एक बात बोलेंगे, नहीं चाहिए कट्टा सरकार, नहीं चाहिए कट्टा सरकार, फिर एक बार नहीं चाहिए कट्टा सरकार. മഹാസഖ്യത്തിനായി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരും പ്രചാരണത്തിനുണ്ട്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിലെ റെക്കോർഡ് പോളിംഗ് അനുകൂലമാകും എന്നാണ് ഇരുപക്ഷത്തിന്റെയും അവകാശവാദം. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് പവൻ ഖേര രംഗത്തെത്തി. ഹോട്ടലിൽ അമിത്ഷാ രഹസ്യമായി ചിലരെ കാണുന്നുവെന്നും ഇത് ദുരൂഹമാണ് എന്നുമാണ് ആരോപണം. तो हमें नहीं समझ में आया कि गृह मंत्री यहां किससे मिलने आ रहे हैं, किसका मुंह छिपाया जा रहा है, किससे डर डर के छिप छिप कर मिलना पड़ रहा है, क्या वो अधिकारी हैं, कौन है? इसका जवाब हम उम्मीद करते हैं गृह मंत्री देंगे. चलिए, आप ट्रैफिक रोक देते हो, लिफ्ट्स रोक देते हो, रास्ते बंद कर देते हो, सब मंजूर है. सीसीटीवी कैमरा के ऊपर कागज क्यों होटल वालों को मजबूर करके लगाया जाता है, ये हम जानना चाहते हैं. किससे मिल रहे हैं गृह मंत्री? इस देश के गृह मंत्री ये छिप छिप कर मीटिंग्स क्यों कर रहे हैं? ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി പട്നയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, രണ്ടാം ഘട്ടത്തിൽ കളം പിടിക്കാൻ ദേശീയ നേതാക്കളുടെയും താരപ്രചാരകരുടെയും വലിയൊരു പട തന്നെ സംസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിലും വലിയ ചർച്ചയും വിവാദവും ഒക്കെയായി മാറുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ. തീർച്ചയായും ഏറ്റവും ഒടുവിൽ പവൻ ഖേര ആരോപണം ഉന്നയിച്ച ആ ഹോട്ടലിന് മുന്നിലാണ് ഞാനുള്ളത്. ഈ ഹോട്ടൽ മൗര്യയെക്കുറിച്ചാണ് പവൻ ഖേര അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ എപ്പോൾ വരുമ്പോഴും ആഭ്യന്തരമന്ത്രി അമിത്ഷാ എപ്പോൾ ഇവിടെ വരുമ്പോഴും ഇവിടുത്തെ CCTVകൾ പേപ്പർ കൊണ്ട് മറച്ചു വെക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ആരെയാണ് അമിത്ഷാ ഇങ്ങനെ രഹസ്യമായി വന്ന് കാണുന്നത് എന്ന ചോദ്യമാണ് പവൻ ഖേര ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. ഒപ്പം തന്നെ കോൺഗ്രസിന് അനുകൂലമായി കിട്ടേണ്ട, മഹാസഖ്യത്തിന് അനുകൂലമായി കിട്ടേണ്ട വോട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി വോട്ടുകൾ നിഷേധിച്ചു വോട്ടർ പട്ടികയിൽ നിന്ന് കുറേ അധികം പേരെ കൂടി വെട്ടിമാറ്റിയിട്ടുണ്ട് എന്നത് വോട്ടിംഗ് കഴിഞ്ഞതോടെ മനസ്സിലായി എന്നൊരു പ്രസ്താവനയും അദ്ദേഹം ഇന്ന് നടത്തുകയുണ്ടായി. ഒപ്പം ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന 121 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം സീറ്റുകളും വിജയിക്കാൻ കഴിയും എന്ന കണക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നും പവൻ ഖേര ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇതേ ഹോട്ടലിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഏതായാലും വാദപ്രതിവാദങ്ങൾ കൊണ്ട് സജീവമായാണ് ഇന്നത്തെ പ്രചാരണ ദിവസവും മുന്നേറുന്നത്. 122 സീറ്റുകളിലേക്ക് നടക്കുന്ന മത്സരമാണ്. ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇന്നത്തെ റാലിയിൽ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ടെലിസ്കോപ്പ് വെച്ചാൽ പോലും കാണാത്ത തരത്തിൽ RJDയും കോൺഗ്രസും ബീഹാറിൽ ഇല്ലാതാകും എന്നതായിരുന്നു അമിത്ഷായുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയും നമുക്ക് ഈ പ്രചാരണ ഘട്ടത്തിൽ കണ്ടു. ഏതായാലും ആദ്യഘട്ടത്തിൽ വന്ന അഭൂതപൂർവമായ ഈ ഒരു റെക്കോർഡ് പോളിംഗ് അത് ആരെ തുണയ്ക്കുമെന്ന കാര്യത്തിൽ മുന്നണികൾക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. 65% മുകളിലേക്ക് പോയി എന്നതിപ്പോൾ ഔദ്യോഗികമായി അന്തിമ കണക്ക് വന്നപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ വികാരമാണ്, അല്ലെങ്കിൽ ഭരണത്തിന് അനുകൂലമായി ജനങ്ങൾ എത്തിയതാണ്. ഇനി ജൻസുരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ഉണ്ടാക്കിയ ഓളമാണോ? ഇനി അതല്ല, ഛത് പൂജയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തേക്ക് എത്തിയ ആളുകൾ മടങ്ങിപ്പോവാതെ വോട്ട് ചെയ്തതാണോ ഈ വർധനവിന് കാരണം എന്ന കാര്യത്തിലൊന്നും തന്നെ ഇപ്പോഴും ഒരു വ്യക്തത മുന്നണികൾക്കില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊരു ക്രെഡിറ്റായി എടുക്കുന്നുണ്ട്. ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഒരു ഫലമായാണ് ഇത്രയും ഉയർന്ന പോളിംഗ് ഉണ്ടായത് എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവകാശപ്പെടുന്നു. TK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.